പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു രക്ഷകനായി കടന്നു വന്നു. മനുഷ്യൻ്റെ പാവങ്ങൾക്ക് പരിഹാരമായി തന്നെത്താൻ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു. അതിനുശേഷം താൻ മരിച്ച് അടക്കപ്പെട്ട് പുനരുത്ഥാനം പ്രാപിച്ച് സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും പരിശുദ്ധാത്മാവ് വന്ന് സഭ സ്ഥാപിക്കുകയും ചെയ്തു. വേദപുസ്തകത്തിലെ വായിക്കുമ്പോൾ സഭ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച ഒറ്റ സഭ. ഇന്ന് നാം ഭൂമിയിൽ കാണുമ്പോൾ ധാരാളം ഡിനോമിനേഷൻസിനെ നമുക്ക് കാണുവാൻ കഴിയും. മാതാപിതാക്കൾ അവർക്ക് ജനിച്ച കുഞ്ഞിന് പേര് വയ്ക്കുന്നത് പോലെ ഡിനോമിനേഷൻ ഓരോരുത്തരും കർത്താവിൻ്റെ വേല എന്ന പേരിൽ സഭകൾ ആരംഭിക്കുകയും അതിന് ഓരോ പേര് വയ്ക്കുകയും ചെയ്തു. ഇന്ന് ധാരാളം ഡിനോമിനേഷൻസ് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഡിനോമിനേഷൻ വർദ്ധിച്ച് പോകുന്നത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നാം അതറിഞ്ഞിരിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ രൂപത്തിലും സൃഷ്ടിച്ചു. എന്ന് വെച്ചാൽ ദൈവത്തെ പോലെ മനുഷ്യനെ ദൈവം തന്നെ പോലെ സൃഷ്ടിച്ചു. മനുഷ്യർ ഭൂമിയിൽ പെരുകി മനുഷ്യർ ജാതി എന്ന അടിപ്പടയിൽ ജാതി കൊണ്ടുവന്നു മനുഷ്യരെ പിരിച്ചു. ഒരു കൂട്ടം ഉയർന്നവരെന്നും ഒരു കൂട്ടം താഴ്ന്നവരെന്നും കുറച്ചു പേർ ഇടയിലുള്ള ആൾക്കാരെന്നും ഇങ്ങനെ മനുഷ്യനെ പിരിച്ചു. അതുപോലെ തന്നെ മറ്റൊരു രീതി നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യരെ മതങ്ങളുടെ പേരിൽ പിരിക്കുക. മതങ്ങളുടെ പേരിൽ മനുഷ്യൻ ചിത്രിക്കപ്പെട്ടു. ഇപ്പോൾ ഡിനോമിനേഷൻ എന്ന പേരിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയ ഭിന്നത കാണുവാൻ കഴിയുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് ഭിന്നത പാടുണ്ടോ? അതുകൊണ്ടുള്ള ദോഷം. ഇന്ന് ഒത്തിരി പേർ ഡിനോമിനേഷൻ സ്പിരിറ്റിൽ നടക്കുന്നത് കാണുവാൻ കഴിയും. യേശുവിനേക്കാൾ വചനത്തെക്കാൾ ഡിനോമിനേഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ ആ നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചു, നമുക്കൊരു ബാബേൽ ഗോപുരം പണിയാം. ഇനി ഇതുപോലെ വെള്ളം വന്നാലോ എന്തെങ്കിലും പ്രതികൂലങ്ങൾ വന്നാൽ നമുക്ക് രക്ഷപ്പെടുവാനും നമുക്ക് പേരുണ്ടാക്കുവാനും, എന്തെങ്കിലും പ്രതികൂലങ്ങൾ വന്നാൽ
രക്ഷപ്പെടാനും പേരുണ്ടാക്കുവാനും ഒരു ഗോപുരം പണിയണം. ഇന്ന് ഡിനോമിനേഷൻസും അങ്ങനെയാണ്, പേരുണ്ടാക്കുക. ജനം രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകണം. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളത് വിട്ടിട്ട് ഡിനോമിനേഷൻ സ്പിരിറ്റ് പാടില്ല. ദയവായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്പമൊന്ന് ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച ആ സഭ ഏതായിരുന്നു? ഇന്ന് ഭൂമിയിൽ പറയപ്പെടുന്ന ഏതെങ്കിലും പേരതിനുണ്ടായിരുന്നോ? അന്ന് പരിശുദ്ധാത്മാവ് അതിനെ സ്ഥാപിച്ചപ്പോൾ അതിനെന്ത് പേരുണ്ടായിരുന്നു? എന്തുകൊണ്ട് ഇത്രയും ഡിനോമിനേഷൻ ആയിത്തീർന്നു? അല്പമായി നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും ദൈവവും പിതാവുമായിരിക്കുന്നവൻ ഒരുവൻ. എല്ലാം ഒന്നാ, എല്ലാം ഒന്നാ. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ വിഷയങ്ങളെല്ലാം ഒന്നാ. യേശു ഒന്നാ. പിന്നെ എങ്ങനെ ഈ ഭിന്നത വന്നു? അല്പം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വചനത്തിൻ്റെ വെളിച്ചത്തിൽ അല്പമൊന്ന് ചിന്തിക്കണം. ഒരു ഡിനോമിനേഷനും ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 14:6 പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കെ കടന്നു വരികയില്ല. സ്വർഗത്തിൽ പോകുവാൻ, പിതാവിൻ്റെ അടുക്കൽ പോകുവാൻ ഏക വഴി ക്രിസ്തുവാണ്. ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ആമേൻ. ക്രിസ്തുവാണ് ഏക വഴി. എല്ലാം ഒന്നായിരിക്കെ എങ്ങനെ ഈ ഒരു ഭിന്നതയുണ്ടായി? നമ്മൾ കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുന്ന സമയം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അവിടെ അതിൻ്റെ 12 മുതൽ 1 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചിലർ ഇങ്ങ് പറഞ്ഞു, ഞാൻ പൗലോസിൻ്റെ ആളാണ്. ചിലർ പറഞ്ഞു, ഞാൻ അപ്പൊല്ലോസിൻ്റെ ആളാണ്. ചിലർ പറഞ്ഞു, ഞാൻ കേഫാവിൻ്റെ ആളാണ്. ചിലർ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ ആളാണ്. അപ്പോൾ പൗലോസ് അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടോ? അവിടെ സഭയ്ക്കകത്തുള്ള ഭിന്നതയെ അത് ശരിയല്ല. ആ 1 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവോടുള്ള കൂട്ടായ്മയ്ക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. ക്രിസ്തുവോടുള്ള കൂട്ടായ്മയ്ക്കായി നാം വിളിക്കപ്പെട്ടു. 1 കൊരിന്ത്യർക്ക് ലേഖനത്തിൽ അതിൻ്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സമയം, നാം എല്ലാം ഒരപ്പത്തിൻ്റെ അംശികളായതുകൊണ്ട് അനേകരായ നാം ഒരേ ശരീരമായി തീർന്നു. നമ്മളെല്ലാം പാപങ്ങൾ ഉപേക്ഷിച്ച യേശു ക്രിസ്തുവിൻ്റെ ഏകനാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, പ്രൈസ് ദി ലോർഡ്, അതായത് പറഞ്ഞത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനമേറ്റു, ഇല്ലയോ? സുവിശേഷം കേട്ടു, മാനസാന്തരപ്പെട്ടു,
ആ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. എല്ലാവരും അങ്ങനെയാണ്. ഒരു കർത്തൃമേശ, ഒരു സ്നാനം, ഒരു ദൈവം, ഒരു വേദപുസ്തകം. എന്നാൽ ഇത്രയും ഡിനോമിനേഷനും ഡിവിഷൻസും എങ്ങനെ ഉണ്ടായി? പ്രൈസ് ദി ലോർഡ്. ഇത് ശരിക്ക് വേദപുസ്തകം വായിക്കാത്തത് കൊണ്ടും അവർക്ക് മനസ്സിലായതുപോലുള്ള ഒരു വ്യാഖ്യാനം. ഓരോരുത്തരും ഓരോ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ തർക്കമുണ്ടായപ്പോൾ ഭിന്നതയുണ്ടായി. ഈ ഭിന്നത നാശത്തിന് കാരണമാണെന്ന് യേശു പഠിപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ തന്നെത്താൻ ചിത്രിച്ചിരിക്കുന്ന ഏത് രാജ്യവും ഏത് വീടും വീണുപോകും. ഭിന്നത പാടില്ല എന്ന് വേദപുസ്തകത്തിൽ അവൻ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവും വ്യക്തമായി പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസും 1 കൊരിന്ത്യർക്ക് ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്ക് ഹേതുവായിരിക്കുന്നു. അതിൻ്റെ കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഭിന്നത ഉള്ളത് ആ സ്ഥലം നിലനിൽക്കത്തില്ല, അത് വീഴ്ചയുണ്ടാകുമെന്ന് യേശുവും വ്യക്തമായി പഠിപ്പിച്ചു. ഇത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ്. സഭയ്ക്കകത്ത് ഭിന്നത കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് താനേ നശിച്ചു പോകും. വളരെ ശ്രദ്ധിക്കുക. സഭയ്ക്കകത്ത് ഭിന്നതയല്ല, ഐക്യമാവേണ്ടത്. സഭ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഡിനോമിനേഷനല്ല. ഈ ഭൂമി മുഴുവനുമുള്ള ദൈവസഭ, ദൈവത്തിന് വേണ്ടിയുള്ള സഭ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭ. ഇതിൻ്റെ അകത്ത് ഭിന്നത പാടില്ല. ആരുടെയോ ഒരാളുടെ ദുർവ്യാഖ്യാനത്തിൻ്റെ പുറകെ നിൽക്കുകയല്ല. വേദപുസ്തകത്തിലെ സത്യങ്ങളെ മാറ്റിമറിച്ച ആ ദുർവ്യാഖ്യാനങ്ങളെ പഠിപ്പിച്ച് അതിൽ നിന്നും ജനങ്ങളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ വിടത്തില്ല. ചില സഭകളിൽ അവർ നിർബന്ധമായി മറ്റ് കൂട്ടായ്മകൾക്ക് പോകരുത്, മറ്റ് കൺവെൻഷനുകൾക്ക് പോകരുത്, മറ്റൊരു പ്രാർത്ഥനയ്ക്ക് പോകരുത്. ഈ ഓടുന്ന കുതിരയുടെ കണ്ണ് മറച്ചതുപോലെ ചിലർ വേദപുസ്തകം തുറക്കാൻ സമ്മതിക്കുന്നില്ല. ആരും സത്യം അറിയണ്ട. എന്നാൽ 1 തീമോഥെയോസ് 2:4 എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുകയും സത്യത്തെ അറിയുകയും ചെയ്യണമെന്ന് ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 തീമോഥെയോസ് 3:15 സഭയ്ക്ക് തൂണും ആധാരവുമായിരിക്കുന്നത് സത്യമാണ്. എന്താണ് സത്യമെന്ന് വേദപുസ്തകത്തിലെ പഠിക്കണം. സഭ എന്താണ്? സഭയുടെ നിലനിൽപ്പ് എന്താണ്? ഒരിക്കലും ഡിനോമിനേഷൻ സ്പിരിറ്റിൽ നിന്ന് കളയരുത്. അത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. ആരോ ഒരു മനുഷ്യൻ്റെ ദുർവ്യാഖ്യാനം കൊണ്ട് ആ ദുർവ്യാഖ്യാനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് അവിടെ തന്നെ കീഴ്പ്പെട്ടിരിക്കുകയല്ല. ഒരുപക്ഷേ നമ്മുടെ മരണത്തിന് തലേദിവസം തന്നെ ശരിക്കുള്ള സത്യം അറിയുന്നെങ്കിൽ ഇനി ഒരു ദിവസമല്ലേ ഉണ്ട്, അങ്ങ് മരിക്കാമെന്നല്ല. സത്യം അറിയുമ്പോൾ യഥാർത്ഥമായ സത്യസഭയോട് ആരാധിപ്പാൻ കൃപയാലിടയാകട്ടെ. 2 യോഹന്നാൻ അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിൻ്റെ ഉപദേശം ഉള്ളതാണ് സഭ. ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകണം. ബൈബിൾ പഠിപ്പിക്കുന്നത്
നാം എല്ലാവരും ഒരേ ഹൃദയം, ഒരേ മനസ്സ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലെ അതിൻ്റെ 1ഉം 2ഉം നിങ്ങൾ ഏക ഹൃദയം, ഏക ചിന്ത ഉള്ളവരായിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. ഏക ഹൃദയമുള്ളവരായി, ഏക ചിന്തയുള്ളവരായി, എല്ലാം ഏകമായിരിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച റോമൻ പടയാളികൾ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം വലിച്ചു കീറി 4 പീസാക്കി. യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ വലിച്ചു കീറി അത് 4 പേരായിട്ട് എടുത്തു. അതുപോലെ അവരെന്ന് ഇത്രയും ക്രൂരരായ പടയാളികൾ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തെ മാത്രമേ കീറിയുള്ളൂ. പക്ഷേ ഇന്ന് ശുശ്രൂഷകന്മാരെന്ന് പറയുന്നവർ ചേർന്ന് യേശു ക്രിസ്തുവിനെ കീറി പങ്കുവച്ചു. അതല്ലയോ സത്യം? അല്പമൊന്ന് ചിന്തിച്ചു നോക്കിയേ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിച്ച റോമൻ പടയാളികൾ കീറിയത് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രമെങ്കിൽ ഇന്ന് ശുശ്രൂഷകന്മാരെന്നറിയപ്പെടുന്നവർ യേശു ക്രിസ്തുവിനെ അവർ വിഭജിച്ചു കീറി. ഒന്ന് കാൽവരി ക്രൂശിലേക്ക് നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ തലമുറയായി ഞാനിങ്ങനെ ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ ഡിനോമിനേഷനാണ്. അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ട യേശുവോട് ചേർന്നിട്ടുണ്ടോ? ഡിനോമിനേഷൻ സ്പിരിറ്റ് കാണിച്ച് നടക്കുന്നവർ തീർച്ചയായും സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല. ആദി കാലത്തിൽ സഭ സ്ഥാപിക്കപ്പെട്ട കാലത്തിൽ അന്ന് ആ സഭയെക്കുറിച്ച് അറിയപ്പെട്ടത് യേശുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ സഹോദരന്മാർ, അല്ലെങ്കിൽ വിശ്വാസികൾ, അല്ലെങ്കിൽ സഭ. ഇതാണ് ആദ്യകാലത്തിൽ സഭ സ്ഥാപിക്കപ്പെട്ട കാലത്തിൽ അറിയപ്പെട്ടത്. ശിഷ്യന്മാർ, സഹോദരന്മാർ, വിശ്വാസികൾ, സഭ എന്നാണ് അറിയപ്പെട്ടത്. പുറത്തുള്ള ചിലർ ഇവരെ അവർ വിളിച്ചത് നസ്രയന്മാരെന്ന് വിളിച്ചു. ചിലർ ഗലീലക്കാരെന്ന് വിളിച്ചു. ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യാനികളെന്നൊരു പേര് പോലുമില്ല. അന്നത്തെ സഭയിൽ ക്രിസ്ത്യാനികളെന്നൊരു പേര് പോലുമില്ല. ശിഷ്യന്മാരെന്നും സഹോദരന്മാരെന്നും വിശ്വാസികളെന്നും സഭയെന്നുമാണ് അറിയപ്പെട്ടത്. പുറത്തുള്ള ചിലർ വിളിച്ചതാണ് നസ്രയന്മാർ അല്ലെങ്കിൽ ഗലീലക്കാർ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11:26 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് AD 42 അന്ത്യോക്യയിൽ വെച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേര് വിളിച്ചു. ആര് വിളിച്ചു? അന്ത്യോക്യയിലുള്ളവർ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതാണ് ക്രിസ്ത്യാനികൾ. ഈ ക്രിസ്ത്യാനി എന്നൊരു വാക്ക് ക്രിസ്ത്യാനിയോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ, ബിലോങ്സ് ടു ക്രൈസ്റ്റ്, യേശുവിൻ്റെ എന്നാ. അപ്പോൾ യേശുവിൻ്റെ ഫോളോവേഴ്സ്, അതിനാണ് അവർ ക്രിസ്ത്യാനികളെന്ന് ജാതികൾ വെച്ച പേരാണ്. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, അതൊരു മാർഗമാണ്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലർ 24:14 അത് പറയുന്നു. മതമല്ല, മാർഗം. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, ഒരു ജീവിത വഴിയാണ്. ഇങ്ങനെയാ ഒരു ലൈഫ്, വേ ഓഫ് ലൈഫ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുകയല്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പിരിഞ്ഞിരിക്കുന്നത്, ഈ ഭിന്നത
ദൈവമക്കളുടെ വീഴ്ചയ്ക്ക് കാരണമാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച സഭ ഒന്ന്, ദൈവം ഒരുത്തൻ, സ്നാനമൊന്ന്, വിശ്വാസമൊന്ന്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, നിയമങ്ങളെല്ലാം ഒന്നാ. പക്ഷെ ഒറ്റ നിയമം, ഒറ്റ ക്രിസ്തു, ഒറ്റ വേദപുസ്തകം വച്ചിട്ട് ഈ ഡിനോമിനേഷനെ പിരിച്ച്, സഭകളെ ഡിനോമിനേഷൻ്റെ പേരിൽ പിരിച്ച് ജനങ്ങളെ സ്വർഗത്തിൽ പോകുവാൻ പറ്റാത്തവണ്ണം ആ ക്രിസ്തു എന്ന വഴി അടച്ച് സ്വന്തം ദുർവ്യാഖ്യാനങ്ങളെ അവരുടെ തലയ്ക്കകത്ത് കുത്തി നിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തിരിയരുത്, ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ട് പോയാൽ മതിയെന്നല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ കയ്യിൽ ദൈവം തന്ന വേദപുസ്തകത്തിലെ ആ സത്യം ഉണ്ടോ എന്ന് ഓർക്കുക, ഒന്ന് വായിച്ചു നോക്കുക. വേദപുസ്തകം വായിക്കാതെയും ആമേ സ്തോത്രം എന്തെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ പുറകെ പോകരുത്. യേശുക്രിസ്തു സഭ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? പാപികളായ മനുഷ്യരെ രക്ഷിച്ച് തൻ്റെ സഭയാകുന്ന ശരീരത്തോട് ചേർത്തണച്ച് ആ സഭയ്ക്ക് തലയായി ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്കും പറയാനുണ്ട്, ഞങ്ങളുടെ സഭയിലേ ക്രിസ്തുവുള്ളൂ, ഞങ്ങളുടെ സഭയിലേ ക്രിസ്തുവുള്ളൂ. എന്നാൽ വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഉണ്ട്. യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ കയറുന്നു മുമ്പേ സ്വർഗത്തിലെ പിതാവെ നോക്കി ഒന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പിതാവിനോട് യേശു പറഞ്ഞു, തൻ്റെ പിന്നാലെ ആമേൻ സ്തോത്രം തൻ്റെ ശിഷ്യന്മാരുടെ വാക്ക് വിശ്വസിച്ച ഈ വിശ്വാസത്തിൽ വരുന്നവർ, അവർ നമ്മെപ്പോലെ, യേശു പറഞ്ഞ ഉദാഹരണം നോക്കണമേ, താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്, ഐക്യതയിൽ തികഞ്ഞവരാകേണ്ടതിന്. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, തന്നെ വിശ്വസിക്കുന്നവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കണം, അവർ സ്നേഹത്തിൽ തികഞ്ഞവരായിരിക്കണം. ഇന്ന് ഒരു ഡിനോമിനേഷനുള്ളവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ വെറുപ്പാണ്. കാര്യം എന്തെന്നറിയാമോ? അവർക്ക് ലഭിച്ച ടീച്ചിങ്, വചനത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ. ആമേ സ്തോത്രം. ഇത് സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ ജാതി എന്ന പേരിൽ ആമേൻ മനുഷ്യരെ ആമേൻ പിരിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് മതത്തിൻ്റെ പേരിൽ പിരിച്ചു. ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡിനോമിനേഷൻ എന്ന പേരിൽ പിരിഞ്ഞിരിക്കുന്നു. ഇതൊരിക്കലും നല്ലതല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരനെ സഹോദരിയെ, അല്പമെങ്കിലും യേശുവോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്ന വേദപുസ്തകം വായിച്ചു നോക്കി, ഞാൻ പോകുന്നത് സ്വർഗീയ മാർഗമാണോ എന്ന് ആമേൻ നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാം. അതിനെക്കുറിച്ചൊരു വെളിപ്പാടിന് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ദൈവത്തോട് അറിയിക്കുകയെങ്കിലും ചെയ്യുക. ആ സത്യം ഒന്ന് അന്വേഷിച്ച് നോക്കുക വേദപുസ്തകത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡിനോമിനേഷൻ എന്ന പേരിൽ ചട്ടക്കൂടുണ്ടാക്കി അതിൻ്റെ അകത്ത് വിശ്വാസികളെ അടച്ചു വയ്ക്കുന്നതല്ല സഭ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയം, ഇടയൻ ആമേൻ സ്തോത്രം ആമേൻ കൂട്ടിൽ കിടന്ന ആടുകളെ പേർ ചൊല്ലി വിളിച്ച് അവൻ വെളിയിൽ കൊണ്ടുവന്നു. പാരമ്പര്യത്തിൻ്റെ ഡിനോമിനേഷനിൻ്റെ പേരിൽ
കുരുങ്ങിക്കിടക്കാതെ വിശുദ്ധ വേദപുസ്തകം പറയുന്ന ആത്മീക സത്യങ്ങൾ അനുസരിച്ച് സ്വർഗത്തിൽ പോകാനുള്ള വഴി നോക്കുക. അനേക ഡിനോമിനേഷനിൽ അവർക്കതൊരു ആദായം മാത്രമാണ്, അവർക്കതൊരു ബിസിനസ് മാത്രമാണ്. എന്നാൽ നമുക്കതല്ല. ആമേൻ, സ്തോത്രം. ഇപ്പോൾ പലർക്കും യേശുക്രിസ്തു ഉണ്ടോ എന്നൊരു ചിന്ത പോലും. കാരണം എന്തെന്നറിയാമോ? ആമേൻ, സ്തോത്രം. മനുഷ്യൻ്റെ ഈ നടപ്പ് കണ്ടിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിൽ പാപം പെരുകുന്നു, സഭകൾ ഭിന്നതയായിരിക്കുന്നു. സഭയ്ക്കകത്ത് ഏക ആത്മാവിൽ ഏക ഹൃദയത്തോട് പോകേണ്ടവർ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വലിയ ഡിനോമിനേഷൻ, ആ ഡിനോമിനേഷൻ്റെ കീഴിൽ സഭകളിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പീസം. സഭയ്ക്ക് ഉള്ളിൽ ഗ്രൂപ്പാണ്, ഇല്ലയോ? ഒരു വലിയ സ്ഥാപനം, ഡിനോമിനേഷൻ. ആ ഡിനോമിനേഷൻ്റെ കീഴിൽ ഒത്തിരി സഭകളുണ്ട്. ഈ സഭകളുടെ ഉള്ളിലെല്ലാം ഗ്രൂപ്പീസം. അപ്പോൾ എവിടെ ഏകഹൃദയം? എവിടെ ക്രിസ്തു? 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹവും ശാശ്വതമായ ജീവനുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ഭൂമിയിൽ വച്ച് യാചിക്കുന്ന ഓരോ വിഷയവും ഏകഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അത് സ്വർഗസ്ഥനായ പിതാവിനാൽ നിങ്ങൾക്കുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ എവിടെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നു അവിടെ മധ്യേ ഞാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിയമപ്രകാരം കൂടുന്ന ദൈവമക്കളുടെ ഉള്ളിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കുന്ന സമയം അവിടെ എഴുതി, എന്നെ നോക്കി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യം കടക്കുകയുള്ളൂ. ആ നാളിൽ ചിലർ എന്നോട് പറയും, കർത്താവേ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. ഭൂതങ്ങളെ പുറത്താക്കിയവർ, വീര്യപ്രവർത്തികൾ ചെയ്തവർ, പ്രവചിച്ചവർ. എന്നാൽ അന്ന് യേശു പറഞ്ഞു, അന്നാളിൽ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഒരു നാളും ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ഡിനോമിനേഷൻ്റെ പേരിലൊന്നും പിരിഞ്ഞു നിൽക്കരുത്. എല്ലാവരും ദൈവമക്കൾ, എല്ലാവരും ഒന്നായി നിൽക്കുക. ഉപദേശക്കോട്ടങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ വിശുദ്ധ വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുവോ, എന്ത് പറയുന്നുവോ അത് പൂർണ്ണമായി അതുപോലെ ചെയ്യുവാൻ ഏൽപ്പിക്കുക. മത്തായി സുവിശേഷം 7:24 യേശു പറഞ്ഞു, ആകയാൽ ഞാൻ ചൊല്ലിയ ഈ വാക്കുകൾ കേട്ട അതുപോലെ ചെയ്യുന്നവൻ, വചനം പറയുന്നത് പോലെ ചെയ്യുന്നവൻ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണോ? അല്പമൊന്ന് ചിന്തിക്കുമോ? ഞാൻ ഒരുപാട് നീട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ ആഗ്രഹം അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഏക അപ്പത്തിൻ്റെ അംശികളായി നാം എല്ലാം, അനേകരായ നാം ഒന്ന് എന്നുള്ളതാണ്. തന്നെത്താൻ ചിത്രിച്ചിരിക്കുന്ന ഏത് രാജ്യവും ഏത് വീടും വീണുപോകും. പ്രിയ സഹോദരനെ സഹോദരിയെ, യേശുവോട് സ്നേഹമുണ്ടെങ്കിൽ കയ്യിലുള്ള വേദപുസ്തകം തുറന്ന് ആമേൻ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ അറിയുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.